ാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ മേൽപ്പാടം ചുണ്ടൻ ഒന്നാമതായി ഫിനിഷ് ചെയ്തത്. ഇപ്രാവശ്യവും വിജയം ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് മേൽപ്പാടത്തിന്. എന്തു തന്നെയായാലും പള്ളാത്തുരുത്തി ഒന്നാമതായി തന്നെ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്തു. അത് അവരുടെ അഭിമാന പോരാട്ടമായിരുന്നു. മനോഹരമായ തുഴച്ചിലായിരുന്നു. അവർ തുഴഞ്ഞു കയറി. ഇനി 4 ഹീറ്റ്സ് മത്സരമാണ്. സെന്റ് ജോർജ് ചുണ്ടനാണ് ഒന്നാമതായി ഒന്നാം ട്രാക്കിലൂടെ വരുന്നത്. രണ്ടാം ട്രാക്കിലൂടെ നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. പുന്നമട ബോട്ട് ക്ലബ്ബ് പുന്നമടയിൽ മത്സരിക്കാൻ എത്തുന്നു എന്നത് തന്നെയാണ്. അതിനു കട്ടയ്ക്ക് പിടിക്കാൻ നിരണം ചുണ്ടൻ കഴിഞ്ഞ തവണ ഫൈനലിൽ 4ാം സ്ഥാനത്ത് എത്തിയ ചുണ്ടനാണ്. അതിന് മുൻപത്തെ വർഷം 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ചുണ്ടനാണ്. ഇറങ്ങിയിട്ട് 2022 ചിങ്ങം 1 ഇറങ്ങിയ ചുണ്ടനാണ്. അവിടെ ഹീറ്റ്സ് മത്സരം 4ാം ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുന്നു. ഇവിടെയും 2ഉം 3ഉം ട്രാക്കുകളിലാണ് ഏറ്റവും ശക്തമായ മത്സരം നടക്കുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിൽ നടുഭാഗം ചുണ്ടനിൽ തുഴയുന്നത് പുന്നമട ബോട്ട് ക്ലബ്. നിരണം തന്നെ തുഴയുന്നു. വാശിയേറിയ സെന്റ് ജോർജ് ആണോ, നടുഭാഗമാണോ, നിരണമാണോ, വലിയ ദിവാൻജിയാണോ? ഒരിക്കലും പ്രവചിക്കാൻ അപ്പുറത്തേക്കുള്ള മറ്റൊരു മത്സരത്തിലുകൂടി ആലപ്പുഴയുടെ മണ്ണ്, ഈ പുന്നമടയുടെ ഓളങ്ങൾ, പുന്നമടയുടെ ഇരുകരകളിലും ആവേശം വിതച്ചുകൊണ്ട് വലിയ ആവേശത്തോടെ എല്ലായിടങ്ങളിലും ആർപ്പുവിളികൾ നിറഞ്ഞ മറ്റൊരു ഹീറ്റ്സ് മത്സരങ്ങൾ കൂടി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. എത്രയോ മനോഹരമായ ഒരു മത്സരം, എത്രയോ വാശിയോടെയുള്ള മത്സരം. അവസാന നിമിഷവും പിഴവുകളൊക്കെ മാറ്റിക്കൊണ്ടുള്ള ആ അവസാന നിമിഷത്തെ സർവശക്തി ഉപയോഗിച്ചുള്ള ആ ഒരു പോരാട്ടം, അതുതന്നെയാണ് വള്ളംകളിക്ക് ഓരോ വർഷം കഴിയുന്തോറും ഇങ്ങനെ ഹൃദയപൂർവ്വം ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേലും എത്രയോ ആളുകളാണ് വിദേശത്തു നിന്നടക്കമുള്ള സഞ്ചാരികളടക്കമുള്ള ആളുകൾ ഈ പുന്നമടയിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഓളപ്പരപ്പിഴെ ഒളിമ്പിക്സിലെ കാണാനായി വന്നിരിക്കുന്നത്. ആലപ്പുഴയെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ കായിക ഭാഗത്തെ കാണാനായി ഹൃദയപൂർവ്വം നെഞ്ചേറ്റാനായി അവരൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്. 4ാം ഹീറ്റ്സ് മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. വള്ളത്തിന്റെ വിശദാംശങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെ സുധീഷ് വിശദീകരിക്കും. ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 2ഉം 3ഉം ട്രാക്കിലൂടെയുള്ള വള്ളങ്ങൾ തമ്മിലാണ് കടുത്ത മത്സരം നടക്കുന്നത്. അത് നടുഭാഗമാണ്. പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗവും നിരണം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നിരണവും അതിശക്തമായ പരിശീലനത്തോടെയാണ് അവർ എത്തുന്നത്. ആരാവും ഇതിൽ ഒന്നാമതെത്തുക എന്നതും പ്രവചനാതീതമാണ്. കഴിഞ്ഞ ഹീറ്റ്സിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ വാശിയേറിയ മത്സരത്തിലേക്ക് പോകുന്നു. 1ാം ഹീറ്റ്സ് ഒഴിച്ചാൽ മറ്റെല്ലായിടത്തും മത്സരമുണ്ടായിരുന്നു. ഇതുവരെയുള്ള എല്ലാ ഹീറ്റ്സിലും മത്സരമുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ നിരണം ഫൈനൽ കളിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചുണ്ടൻ വള്ളമാണ്. നിരണത്തെ തുഴയുന്നത് നിരണത്തിന്റെ തന്നെ ക്ലബ്ബാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഈ ആലപ്പുഴയ്ക്ക് പുറത്തു നിന്നുമുള്ള ഒരു ചുണ്ടൻ വള്ളം, അത് കോട്ടയമല്ല, മറ്റു ഒരു ചുണ്ടനുമില്ലാത്ത പത്തനംതിട്ട ജില്ലയിൽ നിന്നും പള്ളിയോടങ്ങളുടെ നാട്ടിൽ നിന്നെത്തുന്ന നിരണം ചുണ്ടനാണ് 3ാം ട്രാക്കിലൂടെ വരുന്നത്. 4ാം ഹീറ്റ്സിൽ ആവേശം സൃഷ്ടിച്ചുകൊണ്ട് തുഴയെറിയുകയാണ് നിരണം ബോട്ട് ക്ലബ്. അതേ സാഹചര്യത്തിൽ തന്നെ നടുഭാഗം ചുണ്ടൻ. നടുഭാഗം നമുക്കറിയാം, പ്രഥമ നെഹ്റു ട്രോഫി ജലമേളയിൽ വിജയിച്ച നടുഭാഗത്തിന്റെ ഒരു ചരിത്രം. അവർ പുതിയ വള്ളം പണിഞ്ഞു. ഇതുപോലെ വള്ളത്തെ ശ്രദ്ധിക്കുന്ന മറ്റൊരു ചുണ്ടനില്ല എന്നത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, പല ക്ലബ്ബുകളും ചുണ്ടൻ വള്ളങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി ചെത്തി മിനുക്കി വള്ളം അപ്പാടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ നടുഭാഗം ചുണ്ടനിൽ ഇത്തരം കളികളൊന്നും ആ കരക്കാർ സമ്മതിക്കില്ല, ചുണ്ടൻ വള്ളം സമ്മതിക്കില്ല. ഇപ്പോൾ ആവേശം അണപൊട്ടിച്ചുകൊണ്ട് അത് ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നടുഭാഗം ചുണ്ടനിൽ പുന്നമട ബോട്ട് ക്ലബ് പുന്നമടയിലേക്ക് തുഴയെറിഞ്ഞ് പുന്നമടയിലെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് തുഴയെറിയുമ്പോൾ നിരണത്തിന്റെ കരുത്തിൽ നിരണം ചുണ്ടനും ആ വെള്ളിക്കപ്പ് ലക്ഷ്യം വെച്ച് ഫിനിഷിംഗ് പോയിന്റിനോട് അടുക്കുകയാണ്. ആവേശം വീണ്ടും മറ്റൊരു മനോഹരമായ മത്സരത്തിന് വേണ്ടി പുന്നമടയുടെ ഫിനിഷിംഗ് പോയിന്റ് വേദിയാകുകയാണ്. വീണ്ടും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. ആരാകും വിജയിക്കുക, ആരാകും ഏറ്റവും മികച്ച സമയക്കുറിച്ച് ഈ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുക എന്നുള്ള ഒരു വലിയ ചോദ്യത്തിന് ഒരിക്കലും ഉത്തരം നൽകാതെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് വീണ്ടും ഒരു മനോഹരമായ മത്സരം നടക്കുന്നു. ഇരുകരകളിലുമുള്ള വള്ളക്കളിപ്രേമികളെ, ഇരുകരക്കാരെയും വലിയൊരു പോരാട്ടം നടക്കുകയാണ്. ആ ഒരു പോരാട്ടം എത്തുകയാണ്. ഫിനിഷിംഗ് എത്തുകയാണ്. നിരണത്തെ പിന്നിലാക്കിക്കൊണ്ട് നടുഭാഗം പുന്നമട ബോട്ട് എന്ന നടുഭാഗം ഒന്നാമതായി കട്ടക്കട്ടയ്ക്ക് ഇഞ്ചിയോടിഞ്ച് വ്യത്യാസത്തിൽ ഒരു തുഴപ്പാട് മുന്നിൽ നടുഭാഗം ചുണ്ടൻ. പുന്നമടയുടെ നടുഭാഗം
വലിയ പ്രതീക്ഷ നിരണവും വെച്ചതാണ്. എന്നാൽ പുന്നമട ബോട്ട് ക്ലബ്ബ് ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. 4ാം ഹീറ്റ്സ് മത്സരവും ആവേശഭരിതമായി. ഇനിയും 2 വള്ളങ്ങൾ കൂടി വരാനുണ്ട്. സെന്റ് ജോർജും ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും സെന്റ് ജോർജും പതിയെ തുഴഞ്ഞ് എത്തുന്നതേ ഉള്ളൂ. എന്ത് തന്നെയായാലും അതെന്നാൽ ആ ഒരു കുറവ് നികത്തിക്കൊണ്ട് 2ഉം 3ഉം ട്രാക്കിലുള്ള വള്ളങ്ങൾ അതിമനോഹരമായി തുഴഞ്ഞ് കാണികളെ ആവേശഭരിതരാക്കിക്കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. നല്ല മത്സരങ്ങൾ ഓരോ ഹീറ്റ്സിലും കാണാമായിരുന്നു. ഇനിയും ഏത് ചുണ്ടൻ വള്ളങ്ങളാവും ഫൈനലിലെത്തുക എന്നതിന് ആ സമയത്തിലെ ഒന്നാമന്മാരെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഔദ്യോഗിക പ്രഖ്യാപനം തന്നെ വേണ്ടിവരും. അടുത്തത് 5ാം ഹീറ്റ്സ് മത്സരമാണ്. സെന്റ് പയസ് ചുണ്ടൻ, അത് സെന്റ് പയസ് ബോട്ട് ക്ലബ്ബ് തന്നെ തുടരുകയാണ്. മങ്കൊമ്പിൽ നിന്നുള്ള സെന്റ് പയസ് ബോട്ട് ക്ലബ്ബ് തന്നെ തുടരുന്ന സെന്റ് പയസ് 10th ചുണ്ടൻ, അത് 1ാം ഹീറ്റ്സിലൂടെ വരും. 1ാം ട്രാക്കിലൂടെ വരുമ്പോൾ 2ാം ട്രാക്കിൽ ചരിത്രം ഏറെയുള്ള ജവഹർ തായങ്കരി 1971 നീറ്റിലിറങ്ങിയ ജവഹർ തായങ്കരി ചുണ്ടനുണ്ട്. അത് ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബാണ് തുടയുന്നത്. പായിപ്പാടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുടയുന്ന ഫൈനൽ സാധ്യത കൽപ്പിക്കുന്ന പായിപ്പാടൻ ചുണ്ടൻ ഈ നൂറ്റാണ്ടിൽ, അതായത് 21ാം നൂറ്റാണ്ടിൽ ഹാട്രിക്ക് നേടിയ ഒരേ ഒരു ചുണ്ടൻ വള്ളമാണ് പായിപ്പാടൻ. ആ പായിപ്പാടൻ ചരിത്രം ആവർത്തിക്കുമോ, വീണ്ടും വിജയപാതയിലേക്ക് എത്തുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. കുമരകം ടൗൺ അതുപോലെ തന്നെ ചരിത്രം പറയാനുള്ള UBCയുടെ ഒരു കാലത്തെ ആധിപത്യത്തെ അടക്കി അവർ വിജയക്കൊടി പാലിച്ച കുമരകത്തു നിന്നുള്ള കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്, അവരാണ് പായിപ്പാടൻ ചുണ്ടനിൽ തുഴയെറിയുന്നത്. അല്പസമയത്തിനുള്ളിൽ ആ മത്സരവും നടക്കും. ഇപ്പോൾ വലിയ ദിവാഞ്ചി 4ാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. വലിയ ദിവാഞ്ചിയെ കുറിച്ച് പറയുമ്പോൾ അത് നിരണം ബോട്ട് ക്ലബ്ബ് തന്നെ അവരുടെ പരിശീലനത്തിനായി ഉപയോഗിച്ചതാണ്. ഈ ഒരു നെഹ്റു ട്രോഫി കാലയളവിൽ അവരുടെ പരിശീലനം ഈ ചുണ്ടനിലായിരുന്നു. ഒരേ കരയിൽ നിന്നുള്ള ബോട്ട് ക്ലബ്ബ് 2 വള്ളത്തിൽ ഇവിടെ തുഴയെറിഞ്ഞെത്തിയതാണ്. നിരണത്തിന്റെ പ്രധാന ടീമാണ് നിരണം ചുണ്ടലിൽ തുഴഞ്ഞതെങ്കിൽ വലിയ ദിവാഞ്ചിയിലും നിരണത്തിന്റെ ബി ടീം തുഴഞ്ഞു. കാരിച്ചാലിനുമുണ്ട് ഒരു ബി ടീം, അത് ആയാപറമ്പ് പാണ്ഡിയെ തുഴയുന്നു. അങ്ങനെ പരിശീലനത്തിന്റെ ഭാഗമായി ഏറ്റവും മികച്ച തുഴച്ചിൽക്കാരെ പ്രധാന ചുണ്ടനിൽ കയറ്റി മറ്റ് തുഴച്ചിൽക്കാർ തുഴയുന്ന ചുണ്ടനാണ്. അതിവിടെ 4ാം സ്ഥാനത്തായാണ് നിരണത്തിന്റെ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചുണ്ടൻ ഫിനിഷ് ചെയ്തത്. അത് ആയാപറമ്പ് വലിയ ദിവാഞ്ചിയായിരുന്നു. ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ നടുഭാഗം 1ാമതെത്തിയപ്പോൾ നിരണം 2ാമതായി. നിരണവും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ചുണ്ടനാണ്. എന്നാൽ നേരിയ വ്യത്യാസം മാത്രം, ഒരു തുഴപ്പാട് മാത്രം വ്യത്യാസത്തിലാണ് നടുഭാഗം കയറിപ്പോയത്. ഇനിയും 5ാം ഹീറ്റ്സ് മത്സരം ആരംഭിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്നത് പായിപ്പാടിൻ്റെ ഒരു പ്രകടനം തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പായിപ്പാട് കരക്കാരൊക്കെ നമുക്ക് സമീപത്തായി തന്നെ ആ തുഴച്ചിൽക്കാർക്ക് ആവേശം വാരി വിതറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവരുടെ ഒരു